ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തിപ്പഴത്തിൻ്റെ അത്ഭുത ഗുണങ്ങളെപ്പറ്റി പരിചയപ്പെടാം. ധാരാളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അടങ്ങിയ ഒന്നാണ് അത്തിപ്പഴം. പുരാതന കാലം മുതലേയുള്ള ഒരു ചെടിയാണിത്. അത്തിമരത്തെക്കുറിച്ചും അത്തിപ്പഴത്തെക്കുറിച്ചിട്ടും പല മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത്തി എന്ന് നാമകരണം ചെയ്ത ഒരു അധ്യായം തന്നെയുണ്ട്. ബൈബിളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാലസ്തീനിൽ വ്യാപകമായി വളരുന്ന അത്തി ഇന്ത്യ, ശ്രീലങ്ക, അമേരിക്ക, തുർക്കി, ഗ്രീസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും കാണപ്പെടുന്നു. ഔഷധക്കൂട്ടിൽ പ്രഥമസ്ഥാനിയാണ് അത്തി. അത്തിയുടെ തൊലിയും ഇളം കായുകളും പഴവും ഔഷധമാണ്. ഉണങ്ങിയ അത്തിയാണ് കൂടുതലും ഉപയോഗിക്കാറ്. മുലപ്പാലിന് തുല്യമായ പോഷകങ്ങൾ അടങ്ങിയതിനാൽ അത്തിപ്പഴം കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. അത്തിപ്പഴം കുട്ടികൾക്കുണ്ടാകുന്ന തളർച്ച മാറ്റാനും അവരുടെ വളർച്ചയ്ക്കും നല്ലതാണ്. ശരീരത്തിന്റെ ക്ഷീണം മാറ്റുന്നതിനും ശരീരത്തിന് ബലം കൊടുക്കുന്നതിനും ഇത് നല്ലതാണ്. വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, അതായത് വയറിന്റെയും കുടലിന്റെയും പൂർണ്ണമായ ആരോഗ്യത്തിന്, ദഹനം എളുപ്പമാക്കുന്നതിന്, വയറിളക്കം, വയറിലും കുടലിലുമുള്ള പുണ്ണുകൾ ഉണ്ടെങ്കിൽ ഇത് ഉണക്കാനും വയറിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും പറ്റിയ ഒരു ഫ്രൂട്ടാണിത്. അത്തിപ്പഴം ശർക്കര ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവം, ദന്തക്ഷയം, മലബന്ധം എന്നിവയ്ക്ക് ശമനം കിട്ടും. ഗർഭം അലസാതിരിക്കാൻ പ്രതിരോധം എന്ന നിലയ്ക്കും ഇത് ഉപയോഗിക്കാം. വിളർച്ച, വയറിളക്കം, ആസ്മ, ലൈംഗിക ശേഷിക്കുറവ് എന്നിവയ്ക്കും അത്തിപ്പഴം നല്ലതാണ്. കേടുകൂടാതെ 1 വർഷം വരെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് അത്തിപ്പഴം. 1/2 കിലോ അത്തിപ്പഴത്തിൽ ഏകദേശം 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ആകെ ആവശ്യമായ ഊർജത്തിന്റെ 4% ഗോതമ്പിലും പാലിലും ഉള്ളതിനേക്കാൾ അയൺ, സോഡിയം, സൾഫർ എന്നിവയും അത്തിപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് ബുദ്ധി വളർച്ചയ്ക്കും ശരീരം കൊണ്ട് അധ്വാനം ചെയ്യുന്നവർക്കും ഒരുപോലെ ഗുണകരമാണ്. ഹാർട്ടിന്റെ ഹെൽത്ത് കാത്തുസൂക്ഷിക്കാനും ഹൈ BP ഉള്ളവർക്കും അത്തി നല്ലതാണ്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇത് നല്ലതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് 3 ആഴ്ച അത്തിപ്പഴം കഴിച്ചാൽ ഡ്രൈ സ്കിന്ന് മാറി സോഫ്റ്റ് ആകാൻ തുടങ്ങും. അയൺ കണ്ടന്റ് അധികം ഉള്ളത് കൊണ്ട് തന്നെ ടീനേജുകാർക്കും കുട്ടികൾക്കും വിളർച്ചയുണ്ടെങ്കിൽ അവർക്ക് അത്തിപ്പഴം കൊടുക്കുന്നത് ഏറെ ഗുണം ചെയ്യും. തടിച്ച കുട്ടികൾക്ക് അത്തിപ്പഴം കൊടുക്കുന്നത് തടി കുറയ്ക്കുന്നതിനും ബുദ്ധിവികാസത്തിനും ഉത്തമമാണ്. അത്തിപ്പഴം കഴിക്കുന്നത് അമ്മമാർക്ക് മുലപ്പാൽ വർധനവിന് നല്ലതാണ്. ഇത് രക്തസമ്മർദ്ദത്തെ കരറ്റാക്കാൻ സഹായിക്കുകയും എല്ലുകളുടെ വളർച്ചയ്ക്കും എല്ലുകൾ പൊട്ടുന്ന അവസ്ഥ എന്നിവയ്ക്കെല്ലാം അത്തി അത്യുത്തമമാണ്. ഇതിൽ കാൽസ്യവും സിങ്കും കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലു തേയ്മാനമുള്ളവർക്കും എല്ലുകൾ ബലക്ഷയമുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറെ ഉത്തമമാണ് അത്തിപ്പഴം. 4 അത്തിപ്പഴമെങ്കിലും കഴിച്ചാൽ വയറ് ഫുള്ളായതുപോലെ ഒരു ഫീലായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം വേറെ ഫുഡ് കഴിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തിയായ വെയിറ്റ് ലോസിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് അത്തിപ്പഴം. ഉണങ്ങിയ അത്തിക്ക് മധുരം കൂടുതലായത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് ഇത് കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.